ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഇന്നൊരു ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ CPM ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ച് ഷാഫി പറമ്പിൽ ചോര വന്നത്, അങ്ങനെയാണ് എന്നാണ് VP ജയരാജൻ പറയുന്നത്. നാളെ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലീസുകാർ അടിക്കുന്ന ദൃശ്യങ്ങൾ AI വെച്ചുണ്ടാക്കിയതാണ്. നാടിനെ എങ്ങനെ പട്ടിയാക്കാം എന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തിട്ടുള്ള നേതാക്കന്മാരാണ് CPM ഉള്ളത്. ഇവരാരെയാണ് പീഡിപ്പിക്കുന്നത്? കയ്യൊക്കുള്ള സഖാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഷാഫി വന്ന വഴിക്ക് പോകില്ലായിരുന്നു. ഇത്തരത്തിൽ ഷാഫിയെ ഭീഷണിപ്പെടുത്തുന്ന, ഷാഫിയിലൂടെ കോൺഗ്രസിനെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് EP ജയരാജന്റെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ CPM പിടിച്ചു നിൽക്കാൻ വേണ്ടി വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു ശൈലിയാണ്. വായി വരുന്ന എന്തും വിളിച്ചു പറയുന്ന ശൈലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും CPM അത്തരത്തിലുള്ള ശൈലിയുണ്ട്. ആദ്യമേ ഒന്ന് ഭീഷണിപ്പെടുത്തിയാണ് CPM ചെയ്യുന്നത്. ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ CPM ഇപ്പൊ ഏറ്റവും കൂടുതലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. കാരണം എത്രത്തോളം ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്രമിക്കുന്നുണ്ട്. വേറിട്ട് ആക്രമിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളല്ല, പാർട്ടിയിലെ ഒരാൾ മാത്രമല്ല, പാർട്ടിയിലെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഷാഫി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പം രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെയാണ് ആക്രമിക്കേണ്ടത്. അവിടെ ഷാഫി പറമ്പിലാണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിമ്പാണ്, അല്ലെങ്കിൽ ഷാഫി അറിയാതെ ഇതൊന്നും നടക്കത്തില്ല, രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണ്, ഷാഫി അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തില് പെണ്ണ് കേസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഷാഫി പറമ്പിലിനെ തകർക്കാൻ ഒരുപാട് പേര് നോക്കി, പക്ഷെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പില് സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ വിഷയമാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്നത്. അതായത് പേരാമ്പ്രയിൽ നടന്ന ഷാഫി പറമ്പിനെതിരെയുള്ള അക്രമം ഇതാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്നത്. അതിനെ CPM എത്രത്തോളം വളച്ചൊടിക്കാൻ കഴിയുമോ അത്രത്തോളം വളച്ചൊടിക്കാൻ ശ്രമിച്ചു. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് CPM-നെതിരെ വരുന്ന പല വാർത്തകളും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഷാഫിയുടെ നേരെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയല്ലേ. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് CPM-നെതിരെ എന്തൊക്കെ വിവാദങ്ങൾ ഉയർന്നാലും അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് അവർ തടുത്തു നിർത്തിയിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഷാഫി പറമ്പിൽ വിഷയവുമായി പുതിയൊരു വിഷയമായിട്ടാണ് CPM രംഗത്ത് വരുന്നത്. CPM-നെതിരെ എന്തൊരു വിവാദം വന്നാലും ഷാഫിയെ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ലേ ഇപ്പൊ കണ്ടുവരുന്നത്. അത് ഒരു രീതിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശബരിമല വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ സ്വർണം കട്ടതുമായിട്ടുള്ള വിഷയം, ആ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സമരവുമായിട്ട് കോൺഗ്രസ്സുകാർ വരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വൈകിട്ടാണ് ഷാഫി പറമ്പിൽ എത്തുന്നത്. അപ്പം ഷാഫി പറമ്പിൽ വൈകി എത്തിയതുകൊണ്ടാണ് ഇത്ര സംഘർഷങ്ങൾ ഉണ്ടായത്. ഷാഫി പറമ്പിലാണ് അവിടെ സംഘർഷം സൃഷ്ടിച്ചത്, എത്തരത്തിലുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ള ഇത് പുറത്തേക്ക് വരുന്നില്ലല്ലോ. ഇപ്പം ഇവരെല്ലാം ഷാഫി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വഴിതിരിക്കലാണ് ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്. സ്വർണ്ണക്കടത്ത് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് വിഷയം ജനങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലേക്ക് പോകുന്നു. എങ്ങനെയാണ് അവർ തിരിച്ചുവിട്ടത്? ആദ്യത്തെ ദിവസങ്ങളിൽ സൈബർ സഖാക്കളുടെ എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് മഷുകുപ്പികളായിരുന്നു. അതിനുശേഷം ഷാഫിയുടെ ഷോ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മൂക്ക് തുടയ്ക്കുന്ന ആ ഒരു ടവൽ എടുത്തിട്ട് ഇത്രയും നേരം മൂക്കിൽ നിന്ന് ചോര വരാത്ത ഒരാളുടെ മൂക്കിൽ നിന്ന് എങ്ങനെയാണ് ചോര വരുന്നത്, അല്ലെങ്കിൽ മൂക്കിന് പൊട്ടലുള്ള ഒരാളുടെ മൂക്കിൽ നിന്ന് ഇത്ര ചോരയല്ല വരണത്, ഇത്ര കൗണ്ട് ചോര അതിൽ നിന്നും വരണം, അങ്ങനെ എണ്ണം പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇവരെല്ലാം മറ്റേ സർജന്മാരും അല്ലെങ്കിൽ MBBS ഡോക്ടർമാരും ഒക്കെ പറയുന്ന രീതിയിലാണ് CPM-ന്റെ നേതാക്കന്മാരും പറയുന്നത്. ഇവിടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രി അതിന്റെ ബുള്ളറ്റിൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിലിന് എന്താണ് പറ്റിയത്, എന്ത് സർജറിയാണ് ചെയ്തത്, കൃത്യമായിട്ട് ഒരു സയന്റിഫിക്. കൂട്ടം ആളുകളുണ്ടായിരുന്നു മൂക്കിന് സർജറി ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മീശ എടുത്തില്ല, അതുപോലെ തന്നെ മൂക്കിന് സർജറി കഴിഞ്ഞൊരു വ്യക്തിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ CPM-ന്റെ നേതാക്കന്മാർ തന്നെയാണ് ഇത്രയും വലിയ പൊട്ടത്തരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പൊട്ടത്തരമല്ല, ഇവര് അഭിനയിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിലിന് ഒന്നും പറ്റിയിട്ടില്ല, ഇത് ഷാഫി പറമ്പിലിന്റെ അഭിനയമാണ് അല്ലെങ്കിൽ ഷോയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇവരുടെ കാപട്യങ്ങളാണ്. ഇവര് ഇങ്ങനെ പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ കൊണ്ടുപോകും. നാളുകളിൽ ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞാല് ഷാഫി പറമ്പിലിനെ പോലീസുകാരെല്ലാം ആക്രമിച്ചെന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവര് പറയും ഇത് ഷോയായിരുന്നു, നിങ്ങൾ ഈ വാർത്ത കണ്ടില്ലേ. ഈ വാർത്തകൾ ഇപ്പം EP ജയരാജൻ പറഞ്ഞു ഷാഫി പറമ്പിലിന് ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഈ വാർത്തകൾ എടുത്തിട്ട് ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് കാണിക്കുമ്പോൾ അന്നത്തെ ജനങ്ങൾ ഇത് മറക്കും. ചിലപ്പോ ജനങ്ങളെ മനസ്സിൽ ഇത് ഓർമ്മ കാണത്തില്ല. അപ്പൊ ഇവരെടുത്ത് കാണിക്കും, കണ്ടേ ഞങ്ങളുടെ നേതാവ് വന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ ഷോ മാത്രം, ഷാഫി പറമ്പിലിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഹെഡിങ്ങോടെ ആയിരിക്കും വാർത്തകൾ വരുന്നത്. ഇതെടുത്ത് കാണിച്ചിട്ട് പറയും അന്ന് നിങ്ങളുടെ നേതാവിനൊന്നും പറ്റിയിട്ടില്ല, ഇത് വെറും ഷോ അല്ലായിരുന്നോ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രചരിക്കുന്ന വീഡിയോ എല്ലാം എടുത്തിട്ട് ഇവരന്നും കാണിക്കും. ഇലക്ഷൻ സമയത്തും ഇത് കാണിക്കും, ഷാഫി പറമ്പിൽ ആക്രമിച്ചത്. ഇവിടെ അത് ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ന്യായീകരിക്കാനല്ല, സത്യം എന്താണെന്ന് അവിടുത്തെ പോലീസ് അദ്ദേഹം പറഞ്ഞിരുന്നു.
അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. വസ്തുത അറിയാതെയാണ് പുള്ളിക്കാരെ ഇത് പറഞ്ഞത്. പോലീസിന്റെ ഒരു മേധാവി വന്നിട്ട് പറയുകയാണ് പോലീസിൽ നിന്നും ഒരു തെറ്റുപറ്റി, ഇത്തരത്തിലുള്ള അക്രമികൾ പോലീസിന്റെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷാഫി പറമ്പിനെ അടിവെട്ടി, അത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം EP ജയരാജൻ പറയുന്നത് പോലീസുകാർ പറയുന്നതല്ല ശരി, ഞങ്ങൾ പാർട്ടി പറയുന്നതാണ് ശരി, പോലീസുകാര് ഷാഫി പറമ്പിലിനെ അടിച്ചിട്ടില്ല. അല്ല, CPM-നെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പാർട്ടി പറയുന്ന പ്രത്യേകം മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പിടിവാശിയാണ് CPM-ന് എപ്പോഴും ഉള്ളത്. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോ ഓർമ്മ വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതോ ഒരു ചർച്ചയിൽ ഒരാൾ പറയുന്നതാണ്, ഇവരുടെ പാർട്ടി കമ്മിറ്റിയിലെ മീറ്റിങ്ങിന്റെ, അതായത് ഒരു പാർട്ടി സഖാവിന് ഗർഭമുണ്ടാകുന്നൊരു കഥ എപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതായത് പാർട്ടി സഖാവിന് ഗർഭമുണ്ടാകുന്നു, പാർട്ടി സഹപ്രവർത്തനാണ് ചെയ്യുന്നത്, അപ്പം മീറ്റിംഗ് കൂടുന്നു, അങ്ങനൊരു വിഷയം നടന്നിട്ടില്ല, അവിടെ തള്ളിക്കളയുന്നു, അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തള്ളിക്കളയുന്നു. പിന്നീട് ആ പാർട്ടി സഖാവ് പ്രസവിക്കുമ്പോൾ കുഞ്ഞുണ്ടായി, കുഞ്ഞിന്റെ അച്ഛൻ, അപ്പൊ ഇത് വീണ്ടും തെറ്റാണ്, പാർട്ടി സഖാവ് പ്രസവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ഓരോ ഇന്റർവ്യൂവിൽ ഓരോ ആളുകൾ വന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷാഫി പറമ്പിലിനെ പോലീസുകാർ ആക്രമിച്ചിട്ടില്ല. പുറത്തു വന്നിട്ടും ആക്രമിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാര് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ച് പരത്തിയതാണ്. കോൺഗ്രസ്സുകാരാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ച് ഷാഫി പറമ്പിൽ ചോര വന്നത്, അങ്ങനെയാണ് എന്നാണ് EP ജയരാജൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അവിടെ സഖാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ വന്ന വഴിക്കൊന്നും പോകത്തില്ലായിരുന്നു എന്ന്, അല്ലെങ്കിൽ വന്ന വഴി തിരിച്ചു വിട്ടേനെന്ന്. ഇവരാരെയാണ് പീഡിപ്പിക്കുന്നത്? ഈ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാത്തതായിട്ട് ആരാണുള്ളത്? ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ പ്ലെയിനിൽ നിന്നും കരികൊടി കാണിച്ചത് ആരെയാണെന്ന് നമുക്കെല്ലാം അറിയാം. പിണറായി വിജയനും EP സഖാവും കൂടെ പ്ലെയിനിൽ പോകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് കരിങ്കൊടി കാണിച്ചത്. അപ്പം ആരെയാണ് പേടിപ്പിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പൊ ഈ കോൺഗ്രസ്സുകാരെ പേടിപ്പിക്കാനുള്ള സ്റ്റഫ് ഇപ്പം CPM-കാരുടെ കയ്യിലും DYFI-കാരുടെ കയ്യിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആകെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയമാണ്, അതിൽ ആക്ഷേപിക്കാൻ മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തിരിച്ച് പാലക്കാട്ടേക്ക് വന്നിട്ടുണ്ട്, അവിടെ സജീവമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച്. ഇതിന്റെ മെയിൻ വിഷയം, ഇവർ ആടിനെ പട്ടിയാക്കാൻ വളരെ മിടുക്കന്മാരാണ്. ഒരു വിഷയത്തെ കൃത്യമായിട്ട് വളച്ചൊടിച്ച് അവരുടെ രീതിയിലേക്ക് ആ അജണ്ടയെ അല്ലെങ്കിൽ ആ പ്രൊപ്പഗണ്ടയെ കൃത്യമായിട്ട് നരേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ട്, CPM-ന് കഴിയുന്നുണ്ട്. പഴയ കാലത്ത് നിന്ന് ഇപ്പൊ അവർക്കത് കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നു, കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, ഇവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളില്ല. അപ്പോഴും എന്താണ് പറയുന്നത്? AI ആണ്. നാളെ പറയും വേണമെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലീസുകാർ അടിക്കുന്ന ദൃശ്യങ്ങൾ AI വെച്ചുണ്ടാക്കിയതാണ്. പാർട്ടി സഖാവിന്റെ ചിലപ്പോൾ അടുത്ത പ്രസ്താവന അതായിരിക്കും, ഷാഫി പറമ്പിലിനെ പോലീസുകാർ ആക്രമിച്ചിട്ടില്ല, അത് AI വെച്ച് കോൺഗ്രസ്സുകാരുണ്ടാക്കിയിട്ട വീഡിയോ ആണ്, അതായിരിക്കും നാളെ പറയാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ആടിനെ എങ്ങനെ പട്ടിയാക്കാം എന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തിട്ടുള്ള നേതാക്കന്മാരാണ് CPM-ലുള്ളത്. അതുകൊണ്ടാണ് EP സഖാവ് അത്തരത്തിൽ പറഞ്ഞത്. ഒരു പോലീസ് മേധാവി വന്നിട്ട് പറയുകയാണ് ഷാഫി പറമ്പിലിനെ പോലീസുകാരെ അടിച്ചത്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ക്രിമിനലുകൾ പോലീസിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, പോലീസിനെ നാണം കെടുത്താനായിട്ട് കുറച്ചുപേര് പോലീസ് സേനയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മേധാവിയാണ്, പോലീസ് മേധാവിയാണ്, അദ്ദേഹമാണ് വന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് വന്ന് പറയുന്നത്. കാര്യങ്ങൾ അദ്ദേഹം അറിയേണ്ടതായിരുന്നു. അവിടെ പോലീസുകാരൊന്നും ഷാഫി പറമ്പിലിനെ അടിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാര് ഷാഫി പറമ്പിലിന്റെ മൂക്കില്, കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ ഇടിച്ച് പൊട്ടിച്ചാണ്. EP സഖാവിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ തലയിലൂടെ ബുള്ളറ്റ് വന്നത് പോലുള്ള കഥകളൊക്കെ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതൊക്കെ നോർമൽ ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം.